ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി. തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ OVBSന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ ഭാഗമായി ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സിവിൽ എക്സൈസ് ഓഫീസർ ജിനു തങ്കച്ചൻ ക്ലാസ് നയിച്ചു. അറിവിന്റെ ഒരു നിറകുടമാണ് പ്രായത്തിന്റെ പക്വതയുണ്ട്. പക്ഷേ നിങ്ങൾ കുട്ടികൾക്ക് പ്രായത്തിന്റെ പക്വതയുണ്ടോ? ഇല്ല. എന്താ, അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല, നമുക്ക് അത്രയും പ്രായമേ ഉള്ളൂ. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്ര വർഷത്തെ ജീവിതാനുഭവമാണ്? 12 വർഷത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് പ്രായത്തിന്റെ പക്വതയില്ല. നമ്മുടെ കുഴപ്പമൊന്നുമല്ല. വർഷങ്ങൾ കഴിയുമ്പോൾ പക്വത നമ്മളിലേക്ക് വന്നു ചേരും. ഈ പക്വതയില്ലാത്ത സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ജിജ്ഞാസ പലപ്പോഴും അബദ്ധത്തിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ലഹരി, മക്കളെ ശ്രദ്ധിച്ചോട്ടെ, പ്രത്യേകിച്ച് ലഹരിയുടെ കാര്യത്തിൽ ഞാൻ ഉദാഹരണം പറയട്ടെ. ഉദാഹരണം പറയുന്നത് കുഴപ്പമുണ്ടോ? പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞു. അതായത് പണ്ട് ഞങ്ങളെ ഒരു സ്കൂളിലേക്ക് വിളിപ്പിച്ചു. ആ സ്കൂളിൽ 9ാം ക്ലാസ്സിലെ 3 പെൺകുട്ടികളെ സ്റ്റാഫ് റൂമിന്റെ സൈഡിൽ നിർത്തിയിരിക്കുക. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മഫ്തി ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ 3 കുട്ടികൾ സൈഡിൽ നിൽക്കൊണ്ട് ഇവരുടെ ബാഗിൽ നിന്നും ഒരു ലഹരി വസ്തു വീഴും. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു ലഹരി വസ്തു. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ മുതിർന്ന കുട്ടികൾക്കൊക്കെ അറിയാം. പലപ്പോഴും നമ്മളുടെ കുട്ടികൾ അറിയാതെ ലഹരിയുടെ ലോകത്തിലേക്ക് വീണ്ടുപോകുന്ന ആദ്യത്തെ ചവിട്ടുപിടി നമ്മളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ കലകളിലൊക്കെ ഉള്ളതാണ്. കേരളത്തിൽ നിരോധിച്ചതാണ് എങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിരോധിക്കാത്തത് കൊണ്ട് യഥേഷ്ടം സുലഭമായി നമ്മുടെ സ്കൂളിന്റെ പരിസരത്തും ഒക്കെ കിട്ടുന്ന ഒരു ലഹരി വസ്തു. പലപ്പോഴും നമ്മുടെ കുട്ടികൾ അറിയാതെ നല്ലതാണെന്ന് കരുതി എടുത്തു വെക്കുന്ന കുഞ്ഞു പൊതി, ലഹരിയുടെ ഒരു പൊതി, മരണത്തിന്റെ പൊതി, നാശത്തിന്റെ പൊതി. ഒരുപക്ഷെ ലഹരിയുടെ ആദ്യ രുചി അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ഉപയോഗിച്ചു പോകുന്ന ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ട് അതോറിറ്റികൾക്ക്, പോലീസിന്, എക്സൈസിനും ഒന്നും കൺട്രോൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഈ ലഹരി വസ്തു ഇതാണ് ഈ കുട്ടികളുടെ ബാഗിൽ നിൽക്കുക. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷൈൻ ടി അധ്യക്ഷത വഹിച്ചു. ഇടവക ട്രസ്റ്റി ജോബിൻ ബാബു, ഇടവക സെക്രട്ടറി ജെയ്സൺ ജെയിംസ്, റീത്ത വർഗീസ്, ആശാ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.